വിവോയുടെ വിവോ V30 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V30 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ V30 5Gയിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2800 നിറ്റ്സ് ആണ്. പിന്നെ 2160 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 31,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പോൾ 1.5K റെസൊല്യൂഷനും അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേയും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സും നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലാണ് വരുന്നത്. 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം LPDDR5ൻ്റെ റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ അത് വരുന്നില്ല. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ NFC എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.45 mm ആണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP 1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ പൊതുവേ വിവോയുടെ V സീരീസിൽ വരുന്ന ഫോണുകളിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസും കാണാറുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. നല്ലൊരു ചാർജിങ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഇന്തോനേഷ്യയിലാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഈ ഫോൺ ഏകദേശം 31,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. മാർച്ച് 7 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്ത്യയിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ V30 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.